വയനാട്ടിലെ ജനവാസ മേഖലയിലെത്തിയ ബേലൂർ മഖ്ന വീണ്ടും കർണാടകയിലേക്ക്. കബനി നദി കടന്ന് കർണാടകയിലെ മച്ചൂർ ഭാഗത്തേക്കാണ് ആന നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി കമൽ ചേരുന്നു. കമൽ, ഈ ബേലൂർ മഖ്ന വീണ്ടും നമ്മൾ ദിവസങ്ങളോളമായി അതിൻ്റെ പിന്നാലെ ഈ ദൗത്യം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ദൗത്യം ഇപ്പോഴും തുടരാൻ തന്നെയാണോ വനം വകുപ്പിൻ്റെ തീരുമാനം? ബേലൂർ മഖ്നയെ എങ്ങനെയെങ്കിലും പിടിക്കുക എന്നത് തന്നെയാണോ ലക്ഷ്യം? കർണാടകയിലെ നാഗർഹോള വനമാണ് ഈ കബനി നദിയുടെ അക്കരെ കാണുന്നത്. അവിടെയാണ് ആ നാഗർഹോളയുടെ മറ്റു ഭാഗങ്ങളിലൊക്കെയാണ് 2 ദിവസമായി ബേലൂർ മഖ്ന ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 2 ദിവസം വയനാട്ടിൽ വലിയ ആശങ്കയില്ലായിരുന്നു. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 3 മണിയോടെയാണ് ആന ഈ പുഴ നീന്തിക്കടന്ന്, കബനി നദിയാണ് കാണുന്നത്, കബനി നദി നീന്തിക്കടന്ന് ഇക്കരയ്ക്ക്, അതായത് ഇക്കരയുള്ളത് വയനാട്ടിലെ ജനവാസ മേഖലയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗം പെരിക്കല്ലൂർ, മരക്കടവ് തുടങ്ങിയ പ്രദേശങ്ങളാണ്. ആ ഭാഗത്തേക്കാണ് ആന പുഴ കടന്നെത്തിയത്. കേരള വനം വകുപ്പ് ആനയുടെ സിഗ്നലുകൾ നിരീക്ഷിച്ച് പുറകെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെയുള്ള ജനപ്രതിനിധികളെയൊക്കെ അവർ വിവരമറിയിച്ചു. ഈ വാർഡിലെ ഭൂദാനം വാർഡിലെ മെമ്പറാണ് നമ്മളോടൊപ്പം ഉള്ളത്. എപ്പോഴും ഇതറിഞ്ഞത്? രാവിലെ 3:40 ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് രാവിലെ വിളിച്ച് ഇങ്ങനെ ആനയുടെ സിഗ്നൽ കർണാടക വനമേഖലയിൽ ആനമാളം ഭാഗത്ത് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മൾ വാർഡിലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി, വാർഡുകളുടെ ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ നൽകി. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഏകദേശം 10ഓളം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടിയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. തൊട്ട് പുറകെ തന്നെ DFOയും അതുപോലെ തന്നെ റേഞ്ചറും വരികയും മയക്കോടി വെക്കുന്ന അരുൺ സക്കറി അടക്കമുള്ള ആളുകളെത്തി. പക്ഷേ ഈ ആനമാളം ഭാഗത്തുനിന്ന് പുഴയിലിറങ്ങി അതിനുശേഷം നടന്ന് വന്ന് മരക്കടവ് പള്ളിയുടെ താഴെയുള്ള തുരുത്തിൽ വന്ന് കയറുകയും ഇലക്ട്രിക് ഫെൻസിങ്ങും ഈ സെർച്ച് ലൈറ്റുകളും കണ്ടതുകൊണ്ട് ആന തിരിച്ചു പോവുകയുണ്ടായത്. ഇവിടെയുള്ള ഒരു പ്രത്യേകത, മുൻകാലങ്ങളിലൊക്കെ ആന നിർബാധം കടന്നു വരുന്ന സാഹചര്യമുണ്ട്. ഇഷ്ടംപോലെ മുളംകൂട്ടങ്ങളും വെള്ളവും ഉള്ളതുകൊണ്ട് തന്നെ ഈ ആന വീണ്ടും ഈ ജനവാസ മേഖലയിലേക്ക് എത്തുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. വനം വകുപ്പ് ഈ ജാഗ്രത പുലർത്തുന്ന പോലെ തന്നെ ആ ആനയെ ഇനി വെടിവെച്ച് കൊല്ലുന്നതിനുള്ള നടപടികളാണ് യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ടത്. ഈ ഇലക്ട്രിക് ഫെൻസിങ് സഹായമായോ? തീർച്ചയായിട്ടും. ഈ ഇലക്ട്രിക് ഫെൻസിങ് അതിൻ്റെ എർത്ത് മെയിൻറ്റെയിൻ ചെയ്ത് ജനങ്ങളുടെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സംയോജിതമായ പ്രവർത്തനങ്ങളിലൂടെ ഈ സ്ഥാപിച്ച ഇലക്ട്രിക് ഫെൻസിങ് ഇല്ലായിരുന്നുവെങ്കിൽ ജനവാസ മേഖലയിൽ ഈ ആന വലിയ നാശം വിതച്ചേനെ. തൊട്ടടുത്ത വാർഡിലെ മരക്കടവ് വാർഡിലെ മെമ്പർ, പെരിക്കല്ലൂർ വാർഡിലെ മെമ്പർ കൂടി നമ്മളോടൊപ്പം ഉണ്ട്. ഇത് എങ്ങനെ അറിഞ്ഞ് ഇത് തടയാൻ പറ്റിയത്? നമ്മുടെ വെളുപ്പിന് ഒരു 3:30-3:45 കൂടിയിട്ട് നമ്മുടെ റേഞ്ച് ഓഫീസർ നമ്മളെ ഈ വിവരം അറിയിച്ചു. അതിന് പ്രകാരം നമ്മൾ നമ്മുടെ നാട്ടിലെ മുഴുവൻ സോഷ്യൽ മീഡിയകളിൽ നമ്മുടെ ഗ്രൂപ്പുകളിലൂടെയൊക്കെ ഈ വിവരം അറിയിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ക്ഷീരകർഷകരുള്ള മേഖലയാണിത്. അവരൊരു 4 മണിക്ക് തുടങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി പാലളക്കലും പരിപാടിയാക്കിയിട്ട് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയ്ക്കും ആക്റ്റീവായിട്ട് സജീവമായിട്ട് ജനങ്ങളെ ഇത് അറിയിച്ചത്. നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംയോജിതമായ ഇടപെടൽ. ഇന്നലെ രാത്രി മുതൽ അവർ ഈ സിഗ്നൽ നോക്കി ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു. നമ്മുടെ ബേഗൂർ അക്കരെ എത്തിയപ്പോൾ തന്നെ, പുകലമാള എത്തിയപ്പോൾ തന്നെ നമ്മുടെ സിഗ്നൽ നമ്മുടെ ഫോറസ്റ്റുകാർ നമ്മളെ അറിയിച്ചു. അതിലും വളരെ ഖേദകരമായ അവസ്ഥ എന്ന് വെച്ചാൽ ഈ നിമിഷം വരെ കർണാടക ഫോറസ്റ്റ് ഈ സിഗ്നലുകൾ ഇതുവരെ ട്രേസ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടില്ല. അവർ കേരള ഫോറസ്റ്റുമായിട്ട് ഇന്നലെ വെളുപ്പിനോട് കൂടിയിട്ട് നമ്മുടെ മഖ്നേനെ, ബേലൂർ മഖ്നേനെ പിടിക്കാനുള്ള ദൗത്യം ഫോറസ്റ്റ് കർണാടക മാത്രം ഏറ്റെടുത്തുകൊണ്ട് ഒരു റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ 3 ദിവസമായിട്ട് വളരെ ഭീതിജനകമായ അവസ്ഥയിലാണ് ഇവിടെ കഴിയുന്നത്. എല്ലാവരും കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഏത് സമയത്തും ആന കടന്നു വരാം. നമ്മളെ സഹായിച്ചത് ഈ ഫെൻസിങ് മാത്രമാണ്. ഈ ഫെൻസിങ് ഇല്ലായിരുന്നെങ്കിലും ഒപ്പം നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇടപെടലുകളില്ലായിരുന്നെങ്കിലും ഈ ആന കടന്ന് നമ്മുടെ ഏറ്റവും കൂടുതൽ ജനവാസ മേഖലയിലേക്ക് കടന്നേനെ. അതിന് എത്രയും പെട്ടെന്ന് ഈ കൊലയാളി ആനയെ എത്രയും പെട്ടെന്ന് പിടിച്ച് ഇവിടുന്ന് മാറ്റണമെന്നും ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ, കർണാടകയാണോ കേരളമാണോ, ഇവർ സംയുക്തമായിട്ടാണെങ്കിൽ അങ്ങനെ ഇതിന് എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകണമെന്നാണ് നമ്മുടെ ഒരു ആവശ്യം. എന്തായാലും കേരള വനം വകുപ്പിൻ്റെയും അതുപോലെ കേരള വനം വകുപ്പിൻ്റെ സംയോജിതമായ ഇടപെടലും ഇവിടെയുള്ള ഈ ഇലക്ട്രിക് ഫെൻസിങ്ങുമാണ് ആന ജനവാസ മേഖലയിൽ എത്തുന്നതിൽ നിന്ന് തടഞ്ഞത്. അത് വളരെ ആശ്വാസകരമായി. കാരണം ഈ ഭാഗത്ത് ഫോറസ്റ്റ് ഇല്ല. ഈ പുഴയുടെ ഇക്കരെ ഭാഗം പൂർണ്ണമായും ജനവാസ മേഖലയാണ്. രാവിലെ പള്ളിയിലേക്ക് ആൾക്കാർ വരേണ്ടതായിരുന്നു. പള്ളി വികാരിയെയും വനം വകുപ്പ് രാവിലെ തന്നെ പള്ളിയിലെത്തി വിവരമറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പള്ളിയിലെ രാവിലത്തെ കുർബാനയടക്കം മാറ്റിവെച്ച് ആളുകൾ പുറത്തിറങ്ങുന്നത് തടഞ്ഞു. അങ്ങനെയൊക്കെയാണ് എന്തായാലും ഇന്ന് വലിയ ആശങ്ക ഇല്ലാതെ ഒഴിവായത്. ഇപ്പോഴും ആനയുള്ളത് പുഴയ്ക്കക്കരെ നാഗർഹോള വനമേഖലയിലാണ്. നാഗർഹോളയിലെ മച്ചൂർ മേഖലയാണ് അക്കരെ കാണുന്നത്. അവിടെയാണ് ആനയുള്ളത്. എന്തായാലും തൽക്കാലം ആശങ്ക ഒഴിഞ്ഞിരിക്കുന്നു. പക്ഷേ വീണ്ടും ആന പുഴ കടന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വനം വകുപ്പിൻ്റെ കനത്ത ജാഗ്രത ഈ ഭാഗത്ത് നിലനിൽക്കുകയാണ്.